ഫിലിം ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മാസ് ആക്ഷൻ ത്രില്ലർ ഖലീഫയുടെ ട്രെയിലർ പുറത്തുവന്നിരിക്കുകയാണ്. പോക്കിരി രാജയ്ക്കും പുലിമുരുകനും ശേഷം വൈശാഖ് വീണ്ടും തന്റെ വിശ്വരൂപം പുറത്തെടുക്കാൻ പോവുകയാണോ എന്നൊരു സംശയം ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നും. ഒരുപക്ഷേ പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും സ്റ്റൈലിഷും റൂത്ത്ലെസ്സുമായ ഒരു അധോലോക നായകന്റെ കഥാപാത്രമായിരിക്കും ഇത്. ഗംഭീര ആക്ഷൻ സീക്വൻസുകളും ജേക്സ് ബിജോയുടെ തീപ്പൊരി ബിജിഎമ്മും നിറഞ്ഞ ഈ ട്രെയിലർ നമ്മളൊന്ന് ഫ്രെയിം ബൈ ഫ്രെയിമായി പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ചില ഹിഡൻ ഡീറ്റെയിൽസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. ട്രെയിലർ തുടങ്ങുന്നത് തന്നെ ഒരു നിയമത്തിന്റെ പേര് കാണിച്ചുകൊണ്ടാണ്. കോഫിപോസ ആക്ട്, ദ കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട്. ഇന്ത്യയിലെ വിദേശനാണ്യ വിനിമയവും കള്ളക്കടത്തും തടയാൻ വേണ്ടി കൊണ്ടുവന്ന വളരെ കർശനമായൊരു നിയമമാണിത്. ഈ ഒറ്റ ടൈറ്റിൽ കാർഡിൽ നിന്ന് തന്നെ സിനിമയുടെ കഥാപശ്ചാത്തലം സംവിധായകൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതൊരു സാധാരണ ലോക്കൽ ഗുണ്ടാപ്പടമല്ല, മറിച്ച് ഇന്റർനാഷണൽ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകളും നടത്തുന്ന വലിയൊരു സിൻഡിക്കേറ്റിന്റെ കഥയാണ്. ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ ദുബായ് പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ മരുഭൂമിയിലൂടെയുള്ള വാഹനങ്ങളുടെ ചേസിംഗും അതിനുശേഷം അണ്ടർഗ്രൗണ്ടിൽ വെച്ച് സ്വർണ്ണമൊരുക്കുന്ന വലിയൊരു ഫാക്ടറി സെറ്റപ്പും നമ്മൾ കാണുന്നുണ്ട്. വോയിസ് ഓവറിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നത് നോട്ടോറിയസ് സ്റ്റാർ സ്മഗ്ലർ എന്നാണ്. അതായത് പോലീസിനും കസ്റ്റംസിനും ഒരുപോലെ തലവേദനയായ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഒന്നാംകിട അധോലോക നായകനാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. ഇനി നമുക്ക് ഈ ട്രെയിലറിൽ പലരും ശ്രദ്ധിക്കാതെ പോയ ചില ഗംഭീര ഡീറ്റെയിൽസിലേക്ക് വരാം. ട്രെയിലറിലെ 16ാമത്തെ സെക്കൻഡിൽ ശ്രദ്ധിച്ചാൽ മൊറോക്കോ വാലി എന്നെഴുതിയ ഒരു കോഫി ജാറിനുള്ളിലേക്ക് ആരോ എന്തോ സാധനം ഒളിപ്പിച്ചു വെക്കുന്നതായി കാണാം. അതായത് ഒരു സാധാരണ സ്വർണ്ണക്കടത്തല്ല ഇവിടെ നടക്കുന്നത്. കോഫി പൗഡറുകളുടെയും മറ്റ് സാധനങ്ങളുടെയും രൂപത്തിൽ അതീവ രഹസ്യമായി ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന വലിയൊരു സ്മഗ്ലിംഗ് ശൃംഖലയാണ് സംവിധായകൻ ഇവിടെ വരച്ചു കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ഇന്ത്യൻ നേവിയുടെ ഒരു വലിയ ഉദ്യോഗസ്ഥനെയാണ്. അതായത് പ്രതിനായകൻ വെറുമൊരു ലോക്കൽ പോലീസിനെ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ആളല്ല. നേവിയും കസ്റ്റംസും വരെ നേരിട്ട് ഇടപെടേണ്ടി വരുന്ന ഒരു ഇന്റർനാഷണൽ ക്രിമിനലാണ്. ഇതിലെ പ്രധാന വില്ലന്മാരിലേക്ക് വന്നാൽ ആദ്യം എടുത്തു പറയേണ്ടത് ഷമ്മി തിലകന്റെ കഥാപാത്രത്തെയാണ്. അദ്ദേഹം ഒരു കാറിൽ വന്നിറങ്ങുമ്പോൾ ചുറ്റും ചുവന്ന കൊടികൾ പിടിച്ച വലിയൊരു ജനക്കൂട്ടത്തെ കാണാം. അതുപോലെ പോലീസുകാർ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്നുമുണ്ട്. ഇതിൽ നിന്നും ഷമ്മി തിലകന്റെ കഥാപാത്രം വലിയൊരു പൊളിറ്റിക്കൽ പവറുള്ള, ഒരുപക്ഷെ ഭരണപക്ഷത്തെ തന്നെ വലിയൊരു നേതാവോ മന്ത്രിയോ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ട്രെയിലറിൽ അദ്ദേഹം വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അവനെ എനിക്ക് ജീവനോടെ കിട്ടണം എന്റെ കൺമുന്നിലെന്ന്. പൃഥ്വിരാജിന്റെ കഥാപാത്രം ഈ പൊളിറ്റിക്കൽ നേതാവിന്റെ വലിയൊരു സാമ്രാജ്യമോ ബിസിനസ്സോ തകർത്തിട്ടുണ്ട് എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. പവർഫുൾ ആയൊരു നേതാവും ഒരു ഇന്റർനാഷണൽ സ്മഗ്ലറും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആയിരിക്കും സിനിമയുടെ ഒരു പ്രധാന ട്രാക്ക്. ഇനി ഈ ചിത്രത്തിലെ മറ്റൊരു വലിയ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ബോളിവുഡിലെ വമ്പൻ സ്റ്റാറായ നീൽ നിതിൻ മുകേഷിന്റെ എൻട്രിയാണ്. കോടിക്കണക്കിന് രൂപ വില വരുന്ന ഒരു മെയ്ബാക്ക് കാറിൽ നിന്നാണ് പുള്ളി സ്റ്റൈലിഷായി പുറത്തേക്ക് വരുന്നത്. ഈ കഥാപാത്രം ഒരുപക്ഷെ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു വലിയ അധോലോക നായകനോ അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ ബിസിനസ് എതിരാളിയോ ആയിരിക്കും. ഒരു ലോക്കൽ വില്ലന് പകരം അന്യഭാഷയിൽ നിന്നുള്ള ഇത്രയും സ്റ്റൈലിഷായ ഒരു വില്ലനെ വെച്ചതിലൂടെ സിനിമയുടെ സ്കെയിൽ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഊഹിക്കാം. കൂടാതെ ട്രെയിലറിൽ ഒരു സീനിൽ ചോര പുരണ്ട ഒരു വലിയ ചെയിൻസോ പിടിച്ചു നിൽക്കുന്ന ഒരു ഭീകരനായ ഗുണ്ടയെയും കാണിക്കുന്നുണ്ട്. വളരെ റൂത്ത്ലെസ്സായ, വയലൻസിന് യാതൊരു കുറവുമില്ലാത്ത റേഞ്ച് ആക്ഷൻ പടമായിരിക്കും ഖലീഫ എന്ന് ഈ ഒറ്റ ഫ്രെയിം കണ്ടാൽ തന്നെ ഉറപ്പിക്കാം. ട്രെയിലറിന്റെ പകുതിക്ക് വെച്ച് നമ്മൾ കാണുന്ന വളരെ ഇന്റൻസ് ആയ ഒരു ഡയലോഗുണ്ട്. രാത്രി ഒരു കാറിൽ വെച്ച് കൂടെയുള്ള ഒരാൾ പൃഥ്വിരാജിനോട് ചോദിക്കുന്നു, അലി എന്താ നിന്റെ ഉള്ളിൽ? അതിന് അയാളുടെ മറുപടി, പൊട്ടിക്കാൻ പോവാ, വരുന്ന അടുത്ത കടത്ത് ഞാൻ പൊട്ടിക്കുമെന്നാണ്. ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഈ സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേര് അലി എന്നാണ്. ഖലീഫ എന്നത് അയാളുടെ അധോലോകത്തെ വിളിപ്പേരോ ടൈറ്റിലോ ആകാം. 2, പൊട്ടിക്കാൻ പോവാ എന്ന ഡയലോഗ് സൂചിപ്പിക്കുന്നത് വെറുമൊരു ബോംബ് സ്ഫോടനത്തെക്കുറിച്ചല്ല, മറിച്ച് ശത്രുക്കളുടെ സാമ്രാജ്യത്തിന്റെ നടുക്ക് കയറി അയാൾ നടത്താൻ പോകുന്ന ഏറ്റവും വലിയൊരു വേട്ടയെക്കുറിച്ചാണ്. അയാളുള്ളിൽ പകയുമായി നടക്കുന്ന ഒരു ടൈം ബോംബാണ്. ഈ ട്രെയിലറിലെ ഏറ്റവും വലിയ ഹിഡൻ ഡീറ്റെയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇടയ്ക്ക് വരുന്ന ഒരു ഡയലോഗിലാണ്. എന്റെ ചോരയ്ക്ക് ഒരു ഒന്നാംതരം സ്മഗ്ലറുടെ സകല ഗുണങ്ങളുമുണ്ടെന്ന് എനിക്കറിയാമെന്ന്. ഈ ഒരു ഡയലോഗ് അലി എന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നതാണ്. അതായത് അലി വെറുമൊരു സാധാരണക്കാരനായ സ്മഗ്ലറല്ല. അയാൾ ജനിച്ചു വീണത് തന്നെ ഒരു അധോലോക കുടുംബത്തിലാണ്. അയാളുടെ മുത്തച്ഛൻ പണ്ട് ഒരു കുപ്രസിദ്ധ ഡോൺ ആയിരുന്നു. ഗോഡ്ഫാദർ പോലെയുള്ള വലിയൊരു കുടുംബ പശ്ചാത്തലം ഈ സിനിമയിൽ സംവിധായകൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. ചിത്രത്തിന്റെ പല പ്രൊമോഷൻ പരിപാടികളിൽ നിന്നും മനസ്സിലായത് മുത്തച്ഛൻ അധോലോക രാജാവാണെന്നും ആ വേഷം അവതരിപ്പിക്കുന്നത് ലാലേട്ടനാണെന്നുമാണ്. ഖലീഫയുടെ പ്രൊമോഷണൽ ഇവന്റിൽ എന്റെ അച്ഛനായി ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മുത്തച്ഛനായി അഭിനയിക്കാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്നെന്താ മോനെ എന്നാണ് പറഞ്ഞതെന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ട്രെയിലറിന്റെ അവസാന ഭാഗത്തേക്ക് ഒരാളുടെ കൈ ഒരു ഇരുമ്പ് പൈപ്പിൽ പിടിച്ചിരിക്കുന്ന ഒരു ക്ലോസപ്പ് ഷോട്ട് കാണിക്കുന്നുണ്ട്. ആ വിരലിൽ വളരെ വ്യത്യസ്തമായ ഒരു സിംഹത്തിന്റെയോ മൃഗത്തിന്റെയോ തലയുള്ള വലിയൊരു മോതിരം കാണാം. ഇതൊരുപക്ഷെ ഖലീഫയുടെ അധോലോക സാമ്രാജ്യത്തിന്റെ സിംബലാകാം. എന്തായാലും അത് ധരിച്ചിരിക്കുന്നത് ലാലേട്ടൻ തന്നെ എന്നതും ഉറപ്പാണ്. ടൈറ്റിൽ കാർഡിൽ വെറുതെ ഖലീഫ എന്നല്ല, മറിച്ച് ഖലീഫ പാർട്ട് 1 എന്നാണ് വളരെ കൃത്യമായി എഴുതി കാണിക്കുന്നത്. അതായത് ഇതൊരു ഒറ്റ സിനിമയിൽ തീരുന്ന കഥയല്ല. KGF അല്ലെങ്കിൽ പുഷ്പ മോഡലിൽ ഒരു വലിയ ഫ്രാഞ്ചൈസിയാണ് സംവിധായകൻ വൈശാഖ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ ഡീറ്റെയിൽ സിനിമയുടെ ക്യാൻവാസ് എത്രത്തോളം വലുതാണെന്ന് കാണിക്കുന്നു. ആദ്യ പാർട്ടിന്റെ വിജയമനുസരിച്ച് 2ാം ഭാഗം ഉണ്ടാകും എന്ന് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ട്രെയിലറിലെ പ്രധാന കഥാപാത്രങ്ങളുടെ വസ്ത്രധാരണം ശ്രദ്ധിച്ചാൽ അവിടെ ഒരു കളർ സൈക്കോളജി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഷമ്മി തിലകൻ എപ്പോഴും വെള്ള വസ്ത്രത്തിലാണ്. പുറമെ ക്ലീൻ ഇമേജുള്ള രാഷ്ട്രീയക്കാരൻ നീൽ നിതിൻ മുകേഷ് ഹൈ എൻഡ് സ്യൂട്ടുകളിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇന്റർനാഷണൽ കോർപ്പറേറ്റ് മാഫിയയെ സൂചിപ്പിക്കുന്നു. എന്നാൽ പൃഥ്വിരാജിന്റെ അലി മിക്കവാറും കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട ഷെയ്ഡുകളുള്ള ഷർട്ടുകളാണ് കൂടുതലായും ധരിക്കുന്നത്. ഇത് അയാളുടെ ഉള്ളിലെ ഡാർക്കായ പ്രതികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും റൂത്ത്ലെസ്സായ ഒരു അധോലോക നായകനാകാൻ അയാളെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? ട്രെയിലറിൽ ഒരു ഭാഗത്ത്
കട്ടിലിൽ ബോധമില്ലാതെ കിടക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് വളരെ ഇമോഷണലായി നിൽക്കുന്ന പൃഥ്വിരാജിനെ കാണാം. അതുപോലെ തന്നെ മരണാനന്തര ചടങ്ങിനെന്ന പോലെ ഇരിക്കുന്ന കുറച്ച് സ്ത്രീകളെയും കാണാം. ഇത് സൂചിപ്പിക്കുന്നത് വളരെ പേഴ്സണലായൊരു നഷ്ടം അലിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. തന്റെ കുടുംബത്തിലുള്ള ആരോ ഒരുപക്ഷെ തന്റെ ഭാര്യയോ സഹോദരിയോ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടിരിക്കാം. ഈ ഒരു ഇമോഷണൽ ട്രാക്കാണ് പിന്നീട് അയാളെ അടക്കാനാവാത്ത പ്രതികാരദാഹിയായ ഖലീഫാക്കി മാറ്റുന്നത്. തന്റെ കുടുംബത്തെ തൊട്ടവരോട് അയാൾ നടത്തുന്ന ചോരയിൽ കുതിർന്ന പ്രതികാരമാണ് ഈ ചിത്രത്തിന്റെ മെയിൻ തീം എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി ഇതിനിടയിൽ എന്റെ മറ്റൊരാശയം കൂടി പറയാം. ഒരുപക്ഷെ തന്റെ മുത്തച്ഛന്റെ മരണശേഷം ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ട അലി, അതായത് പൃഥ്വിരാജ്, ഇന്ത്യയിലേക്ക് എത്തുന്നതായിരിക്കാം കഥയുടെ മെയിൻ പ്ലോട്ട്. കാരണം ട്രെയിലറിലുടനീളം പൃഥ്വിയുടെ 2 കാലഘട്ടത്തിലെ ലുക്കുകൾ കാണിക്കുന്നുണ്ട്. ഇതിനൊരു തെളിവായി മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാട്ടാം. തുടക്കത്തിൽ ഗൾഫിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ ചേസിംഗും സ്വർണ്ണക്കടത്തുമാണ് കാണിക്കുന്നതെങ്കിൽ പിന്നീട് ട്രെയിലർ ഷിഫ്റ്റ് ആകുന്നത് നാട്ടിലെ മഴയത്ത് നടക്കുന്ന ഫൈറ്റുകളിലേക്കും കൊലപാതകങ്ങളിലേക്കുമാണ്. അതായത് അലിയുടെ പക തുടങ്ങുന്നത് ഗൾഫിൽ നിന്നാണെങ്കിലും അയാൾ വേട്ടയാടാൻ പോകുന്നത് നാട്ടിലെ ശത്രുക്കളുടെ മടയിൽ വെച്ചായിരിക്കും. അതായത് ഇന്ത്യയിലെ നിയമപ്രകാരം ഇന്ത്യയിൽ യൗവനകാലത്ത് ബാൻ ചെയ്യപ്പെട്ട ശേഷം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന അലി തന്നെ നേരിട്ട് ബാധിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്നു. ട്രെയിലറിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പൃഥ്വിരാജിന്റെ വൺ മാൻ ഷോയാണ്. യാതൊരു ദയയുമില്ലാതെ ശത്രുക്കളെ വേട്ടയാടുന്ന വയലൻസിന്റെ അങ്ങേയറ്റം കാണിക്കുന്ന ഖലീഫയാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രത്യേകിച്ച് ബസ്സിനുള്ളിലെ അടിയും അവസാനത്തെ ആ വലിയ ബോംബ് സ്ഫോടനവുമെല്ലാം ഒരു കംപ്ലീറ്റ് ഹോളിവുഡ് ആക്ഷൻ സിനിമയുടെ ഫീലാണ് തരുന്നത്. വെറും ഒരു സൂപ്പർ ഹീറോ പരിവേഷം കൊടുക്കാതെ ചോരയും വിയർപ്പും നിറഞ്ഞ വളരെ റോ ആയ റിയലിസ്റ്റിക് ആയ ഒരു ആക്ഷൻ പാറ്റേൺ ആണ് സിനിമയിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ട്രെയിലറിലെ ഓരോ ഷോട്ടിൽ നിന്നും വ്യക്തമാണ്. നിങ്ങൾ ഖലീഫയുടെ ഒരു ഗ്ലിംസ് വീഡിയോ ഇറങ്ങിയത് ഓർക്കുന്നില്ലേ? അതിൽ ഒരു കാർ പോകുന്നതും പുറകെ കുറച്ച് ബൈക്കുകൾ ചേസ് ചെയ്യുന്നതുമായ ഒരു കട്ടുണ്ട്. ഇനി ട്രെയിലറിലേക്ക് വന്നാൽ ഇതേ ബൈക്കിലെ ഹെൽമെറ്റ് ധാരികളെ പൃഥ്വിരാജ് അടിച്ച് മെരുക്കുന്നത് കാണാൻ സാധിക്കും. സോ ആ സീക്വൻസ് ഒരു ഫൈറ്റ് സീനിന്റെ തുടക്കം കൂടിയായിരുന്നു. ഈ ഓണത്തിന് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ പോകുന്ന ഒരു പക്ക മാസ് ഐറ്റം തന്നെയായിരിക്കും എന്നാണ് ട്രെയിലറിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, ഖലീഫയുടെ ഈ കിഡിലൻ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇതിൽ കൂടുതൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ ഇത്തരം കിഡിലൻ ട്രെയിലർ ഡീകോഡിങ്ങുകൾക്കും സ്പെഷ്യൽ റിവ്യൂകൾക്കുമായി നമ്മുടെ സ്വന്തം ചാനൽ ഫിലിം ക്രാക്കർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സിനിമാ പ്രേമികളായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.